ഇപ്പോൾ റീസെൻ്റ്ലി പോകുന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത എപ്പിസോഡിന് വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു സീരീസാണ് ടിയോഗോണിയ എന്ന് പറയുന്നത്. ഒരു നോർമൽ ആനിമെ പോലെ തുടങ്ങി ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ക്ലിഫ് ഹാങ്ങറും സ്റ്റോറീസും എല്ലാം ഒരുപാട് ഇമ്പ്രൂവ് ആവുന്ന ഒരു ആനിമെ. എന്തോ അടുത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന്, ഇതിൻ്റെ ഒരു സ്റ്റോറി എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ അറിയാൻ നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. കായ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. ലാഗ് എന്നൊരു വില്ലേജ്, അവിടുത്തെ ഒരു സ്മോൾ ഫുഡ് സോൾജർ മാത്രമാണ് കായ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാഗ് വില്ലേജും അതുപോലെ തന്നെ ഈ കഥ നടക്കുന്ന വേൾഡിലെ പല വില്ലേജസും ഡെമ്മി ഹ്യൂമൻസ് എപ്പോഴും അറ്റാക്ക് ചെയ്യും. ഡെമ്മി ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ ഓർക്സ്, അതുപോലെ തന്നെ മക്വേ എന്ന് പറഞ്ഞ ഒരു ജയന്റ് ആപ്സ് പോലത്തെ ഒരു ക്രിയേച്ചറാണ്. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു ഡെമ്മി ഹ്യൂമൻസ് എപ്പോഴും അറ്റാക്ക് ഈ എല്ലാ വില്ലേജസിലും ഉണ്ടാവും. അപ്പോൾ ഇവർ ഈ വില്ലേജൊക്കെ അറ്റാക്ക് ചെയ്യാൻ കാരണം ഈ വേൾഡിലെ പവർ സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ വില്ലേജിനും ഓരോ ഗോഡ്സ് ഉണ്ട്. ഈ ഗോഡ്സിന്റെ പവർ യൂസ് ചെയ്യുന്ന ഗാർഡിയൻ ബിയറേഴ്സ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഗോഡ് സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു ഇത് അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആരാണോ ഈ ഗാർഡിയൻ ബിയറേഴ്സിനെ കൊല്ലുന്നത് അവർക്ക് ഈ ഗാർഡിയൻസിന്റെ ഗോഡ് സ്റ്റോൺ എടുക്കാൻ പറ്റും, അത് കഴിക്കാൻ പറ്റും. അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ അവിടുത്തെ ഗോഡിന്റെ പവറും ഇതെല്ലാം അവർക്ക് കിട്ടും. ആ ഗോഡ് അവരൊപ്പമാവും. അപ്പോൾ ഈ കായ് താമസിക്കുന്ന ഈ വില്ലേജിലും ഗാർഡിയൻസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കും അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വാരിയറായി മാറാനുള്ള ഒരുപാട് താല്പര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അങ്ങനെ ഒരു ബാറ്റിൽ ഭയങ്കരമായൊരു ഇഞ്ചറി നമ്മുടെ കായ്ക്ക് പറ്റുന്നു. അവൻ ആക്സിഡന്റലി കൊല്ലുന്ന ഒരു ഓർക്കിന്റെ ഗോഡ് സ്റ്റോൺ ഈ കായ് കഴിക്കുകയാണ്. അപ്പോൾ ഈ ഗോഡ് സ്റ്റോൺ അത് ഗാർഡിയൻ ബിയറേഴ്സിന്റെ പവർ കൊടുക്കുന്നതായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ കായ്ക്കും അവിടെ നിന്ന് ആ ഒരു പവർ കിട്ടുകയാണ്. ബട്ട് അവിടെ വെച്ചിട്ട് നമ്മുടെ കായ്ക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറേ ഫീലിങ്സ് ഒക്കെ പോലെ വരുന്നു, കുറേ വിഷൻസ് എല്ലാം കിട്ടാൻ തുടങ്ങുന്നു. ആക്ച്വലി ഇവിടെ വെച്ചാണ് ഇതൊരു ഇസൈഗ ആനിമയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായത്. ബട്ട് ഫോർ മീ ഇതുവരെ കണ്ടതിൽ ഇങ്ങനൊരു പാർട്ടിൻ്റെ എന്ത് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഇസൈഗ കോൺസെപ്റ്റ് അതിൽ കൊണ്ടുവരേണ്ട ആവശ്യം ഇതുവരെ കണ്ട എപ്പിസോഡ് വന്നിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ എന്തായാലും കായ്ക്ക് ആ ഒരു പവർ കിട്ടി. ഇവിടെ മുതലാണ് സ്റ്റോറി സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ എന്തായാലും അത് വലിയ കിട്ടുന്ന ആനിമേഷനോ അങ്ങനെ ഒന്നുമില്ല. ഫൈറ്റ്സ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ഫൈറ്റ്സ് ഉണ്ട്. ബട്ട് ഒട്ടും വെൽ ആനിമേറ്റഡ് അല്ല എന്ന് പറയാം. കാരണം ഒരു നോർമൽ രീതിയിൽ ആനിമേറ്റ് ചെയ്തിരിക്കുന്ന ഫൈറ്റ്സ് ആണ്. ബട്ട് സ്റ്റിൽ ഈ ആനിമേ നിങ്ങൾ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചെടുത്തുന്ന 100% ഉറപ്പാണ്. ഒരു ഡൗട്ടും വേണ്ട അതിൽ. കാരണം അത്ര റിയലി നൈസ് ആയിട്ടാണ് അതിൻ്റെ ഒരു ഫ്ലോയും ആ ഒരു പേസും എല്ലാം ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് തന്നെയാണ് സ്റ്റോറി പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്തായാലും കാണാത്തവരൊന്ന് കണ്ടു നോക്കുക.